ചിണ്ടൻകുഞ്ഞ് വീണ്ടും പഴയ ചിണ്ടൻകുഞ്ഞായി. കുറുമ്പുകളായി, കുസൃതികളായി. എ സിയുടെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട്, എ സിക്ക് പൊടി കയറിയേക്കുന്നത് ശരിയാക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി കിടക്കുന്ന സ്ഥലത്ത് തന്നെ വന്ന് കിടക്കണത് കേട്ടോ. അല്ലാണ്ട് വേറെ അസുഖമായിട്ടൊന്നുമല്ല. അവരെ കണ്ടതേ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവർ എന്തൊക്കെ പമ്പ് ചെയ്യണ ശബ്ദമൊക്കെ കേൾക്കുമല്ലോ കഴുകണ്ടേക്ക്. അത് കാരണം അതൊക്കെ ആൾക്ക് പേടിയായി. അപ്പോൾ ഇവിടെ ഇരുന്നാൽ ജൂലിയെ കാണാം, എൻ്റെ കൂടെ കളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ വന്ന് ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ജൂലിയാണെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങാൻ പോവാട്ടോ. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, എന്തിനാ ജൂലി ചേച്ചി പുഴയിലേക്ക് ഇറങ്ങണേ, പേടിയാവില്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ അവനവിടെ ഇരിക്കുകയാണ് എൻ്റെ കൂടെ കളിച്ചുകൊണ്ട്. ഇപ്പോഴാണെങ്കിൽ പാവക്കുട്ടിയെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചതുകൊണ്ട് താഴത്തേക്കൊന്നും അങ്ങനെ കൊണ്ടുപോകണില്ല. എന്താണാവോ. ഇപ്പോൾ മുകളിൽ തന്നെ വെച്ച് എപ്പോഴും കളിക്കുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ അഴുക്കാക്കരുത് കേട്ടോ എന്ന്. അപ്പോൾ അതുകൊണ്ട് പാവക്കുട്ടിയെ മുകളിൽ വെച്ചിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കുറച്ച് ക്ഷീണമുണ്ട് അവന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അധികം ഭക്ഷണം ഒരുപാട് കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കുറേശ്ശെ കൊടുത്ത് അവൻ്റെ വയറ് ശരിയായി വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും അവൻ ഒരുവിധമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന് കരഞ്ഞാലും ഞാൻ അധികം കൊടുക്കണില്ല, ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും വീണ്ടും പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. കുറുമ്പും കുസൃതിയും എല്ലാമായിട്ട് അവൻ നല്ല കുട്ടിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അവൻ്റെ കുസൃതിയും കുറുമ്പും ഒക്കെ ആസ്വദിക്കാം. ഇഷ്ടമുള്ളവരെല്ലാവരും ഓടി വന്ന് ചിണ്ടൻകുഞ്ഞിനെ കണ്ടോളൂ കേട്ടോ. ചിണ്ടൻകുഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അവൻ സ്നേഹവും അറിയിച്ചിട്ടുണ്ട് കേട്ടോ.